ഇപ്പോൾ നമ്മളിന്നിപ്പോൾ ഒരു സിസ്റ്റം അസംബിൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ സിസ്റ്റം നമ്മളിപ്പോൾ കൊണ്ടുവന്നു. ഇപ്പോൾ അതിൻ്റെ ബോക്സ് നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് അതിൻ്റെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുകയാണ്. മീൻസ് ആ ബോക്സ് ഏപ്പാടി തന്നെ വെച്ചേക്കുകയാണ്. ആ ബോക്സ് ഏപ്പാടി വെച്ചേക്കണോണ്ടാണ് നമ്മളിപ്പോൾ അഴിച്ച് അതിൻ്റെ ഉള്ളിൽ തന്നെ കണ്ട പാക്കറ്റൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ കാരണം ഇത് ട്രാവലിങ്ങിന് കൊണ്ടുവരാൻ വേണ്ടി അതെല്ലാം അതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചിട്ടാണ് കൊണ്ടുവന്നേക്കണത്. ഇപ്പോൾ ഇതെല്ലാം കൂടി പുറത്തെടുത്ത് നമ്മളിപ്പോൾ ഓരോന്നായിട്ട് ഇങ്ങനെ കൊടുത്തേക്കാം. കാരണം എല്ലാം നമ്മൾ അതിൻ്റെ അകത്ത് വെക്കേണ്ട എല്ലാ ഐറ്റംസും അതിൻ്റെ അകത്ത് വെച്ചേക്കണതാണ്. ഇതാണ് ഇതിൻ്റെ ഹാർഡ് ഡിസ്ക്. അത് നമ്മൾ സാധാരണ സാട്ട ഹാർഡ് ഡിസ്ക്കാണ്, 1 TB ഹാർഡ് ഡിസ്ക്കാണ്. ഇത് വന്നിട്ട് അതിൻ്റെ SSD 128 GB SSD ഹാർഡ് ഡിസ്ക്കാണത്. അത് നമ്മൾ സിസ്റ്റം ബൂട്ട് ചെയ്യാനൊക്കെ ആയിട്ടൊന്ന് സ്പീഡിൽ ബൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇത് വന്നിട്ട് അതിൻ്റെ റാമാണ്, 4 GB റാമാണ് ഇപ്പോൾ ഇതിനകത്ത് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇത് Core i3 പ്രോസറാണ്, 10th ജനറേഷനാണ് ഈ പ്രോസർ. പിന്നെ അടുത്തതാണ് ഇതിൻ്റെ മദർ ബോർഡ്, ജിഗാബൈറ്റിൻ്റെ മദർ ബോർഡാണ്, H410M എന്ന് പറഞ്ഞ മദർ ബോർഡാണ് ഇപ്പോൾ ഇതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യണത്. അപ്പോൾ ഇത്ര ഐറ്റംസാണ് നമ്മളിതിന് മെയിനായിട്ട് നമ്മൾ അസംബിൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ബ്ലാങ്ക് ക്യാബിനറ്റാണ് ആയിരിക്കുന്നത്, അതിൻ്റെ പുറകിലിരിക്കുന്നത് ബ്ലാങ്ക് ക്യാബിനറ്റാണ്. ഇപ്പോൾ ഈ മദർ ബോർഡ് നമ്മളിപ്പോൾ ബോക്സ് പൊട്ടിക്കാൻ പോവാണ്. ഇപ്പോൾ ഇതെടുത്തിട്ട് മെയിനായിട്ട് ഇതിനകത്ത് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് നമ്മൾ ആ പ്രോസസ്സറും കാര്യങ്ങളും റാം കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് അസംബിൾ ചെയ്യണം. അപ്പോൾ ഇത് വന്നിട്ട് അതിൻ്റെ ഒരു ബാക്ക് പാനലാണ്, ബാക്ക് പാനലിൻ്റെ ഒരു കവറാണ്. അതായത് മദർ ബോർഡിൻ്റെ ബാക്കിലുള്ള സൗണ്ട്, മൗസിൻ്റെ ഒക്കെ ഇത്, പിന്നെ നമ്മുടെ USB പോർട്ട്, ഇതൊക്കെ ഉള്ള ഒരു ബാക്ക് പാനൽ. അത് വന്നിട്ട് സാറ്റ കേബിള്. ഇപ്പോൾ ഈ മദർ ബോർഡ് വേണ്ടത് ഇങ്ങനെ ഒരു പാക്കറ്റിലാണ് മദർ ബോർഡ് വരുന്നത്. ഇത് ചെറിയൊരു കവറിനകത്താണ്. പണ്ട് കാലങ്ങളൊക്കെ ആൻറ്റി സ്റ്റാറ്റിക് കവറിനകത്താണ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇങ്ങനെ ഒരു ചെറിയൊരു പ്ലാസ്റ്റിക് കവറിലാണ് വന്നിരിക്കുന്നത്. അത് അതിൻ്റെ ഒരു മാനുവലാണ് ആയിരിക്കുന്നത്. ഇപ്പോൾ അത് നമ്മളിപ്പോൾ നേരെ ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ പ്രോസസ്സർ പൊട്ടിച്ച് നമ്മൾ ആ മദർ ബോർഡിനകത്ത് നമ്മൾ ഇനിയിപ്പോൾ അസംബിൾ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആയിരിക്കുന്ന പ്രോസസ്സർ ഇപ്പോൾ മദർ ബോർഡ് നമ്മളിപ്പോൾ എടുത്തിട്ട് അതിൻ്റെ കവർ അഴിച്ച് നമ്മളിപ്പോൾ മെയിനായിട്ട് ഇത് ജസ്റ്റ് ഒരു ചെറിയൊരു കോൺഫിഗറേഷനാണ്, വലിയ കോൺഫിഗറേഷനൊന്നും അല്ല ഈ സിസ്റ്റം വന്നിട്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ചെറിയൊരു ബഡ്ജറ്റിൽ ചെയ്താണിത്. ആ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ചെയ്തേക്കണത്. ഇപ്പോൾ ഒരു മദർ ബോർഡ് പൊട്ടിച്ച് നേരെ വന്നത് ഇങ്ങനൊരു സിറ്റുവേഷനിലാണ് കാണുന്നത്. ഇതാണ് അതിൻ്റെ പ്രോസസ്സർ ഇടേണ്ട ആ ഒരു ഭാഗം അതാണ്. അപ്പോൾ അതിനൊരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് ഇങ്ങനെ കവർ ചെയ്തിട്ടാണ് ആദ്യം വരുന്നത്. അപ്പോൾ ആ ക്ലിപ്പ് അഴിച്ചിട്ട് അതിൻ്റെ ഭാഗം നമ്മൾ നേരെ ബാക്കിലോട്ട് വെച്ചു. ഇനി അടുത്തത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അടുത്ത് ചെയ്യേണ്ടത് നമുക്ക് ഇതിൻ്റെ ഇതാണ് എടുക്കേണ്ടത്. മെയിനായിട്ട് ഇതിൻ്റെ പ്രോസസ്സർ എടുത്തിട്ട് ആ പ്രോസസ്സറാണ് നമ്മൾ ആ ഭാഗത്ത് നമ്മൾ ആ പ്രോസസ്സർ ഇടണം. അപ്പോൾ അതിന് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഇൻ്റലിൻ്റെ Core i3 10th ജനറേഷൻ പ്രോസസ്സറാണ്. ഇപ്പോൾ ഇതാണ് പ്രോസസ്സർ നമ്മളിപ്പോൾ അൺബോക്സ് ചെയ്യുകയാണ്. പ്രോസസ്സർ അൺബോക്സ് ചെയ്തിട്ട് മെയിനായിട്ട് ഇതിൽ അൺബോക്സ് ചെയ്തു. ഇനിയിപ്പോൾ അതിനകത്ത് നമുക്ക് കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് അതിനകത്ത് ഒരു CPU ഫാൻ ഉണ്ടാവും. അതായത് ഈ പ്രോസസ്സറിനെ ഹീറ്റ് കളയാൻ വേണ്ടിയിട്ടുള്ളൊരു ഫാനാണ്. ആ ഫാനാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു നല്ലൊരു ബ്ലാക്ക് ഫിനിഷിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതാണ് അതിൻ്റെ ഹീറ്റ് സിങ്ക്. അതായത് കൂള് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഹീറ്റ് സിങ്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിനകത്ത്. അപ്പോൾ നല്ലൊരു ഫിനിഷിങ്ങിലാണ് ഇപ്പോൾ അത് വന്നിരിക്കുന്നത്. ഇപ്പോൾ പ്രോസസ്സർ വന്നിട്ട് ഒരു സൈഡ് പാക്കിലായിട്ടാണ് പ്രോസസ്സർ ഇരിക്കുന്നത്. ആ സൈഡ് പാക്കിൽ നേരെ പ്രോസസ്സർ എടുത്തിട്ട് നേരെ അത് ഒരു ചെറിയൊരു പ്ലാസ്റ്റിക് കോട്ടിങ്, ഒരു പ്ലാസ്റ്റിക് കവറിനകത്തായിരിക്കും അത് വന്നേക്കുന്നത്. അതെടുത്ത് നമ്മളതെടുത്തിട്ട് നേരെ മദർ ബോർഡിൻ്റെ അകത്ത് കൊണ്ടുവന്ന് ഫിക്സ് ചെയ്യും. അത് കണ്ട ഒരു ചുറ്റിന് ഇപ്പോൾ പണ്ട് കാലങ്ങളിൽ പിൻ ടൈപ്പ് ആയിരുന്നു, ഇപ്പോൾ പിൻ ടൈപ്പ് അല്ല, ഇപ്പോൾ ഒരു ചിപ്പ് ടൈപ്പാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ എഴുതിയിട്ടുണ്ട് Core i3 10th ജനറേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ എഴുതിയിട്ടുമുണ്ട് അതിൻ്റെ അകത്ത്. ഇനി നേരെ മദർ ബോർഡ് എടുക്കുക. മദർ ബോർഡ് എടുത്തിട്ട് ആ സ്ലോട്ട് ഉണ്ടല്ലോ, ഇപ്പോൾ 2 വെട്ടുണ്ട്. അതായത് നമ്മൾ ഈ പ്രോസറിനകത്ത് 2 സൈഡിലായിട്ട് ഒരു ചെറിയ വെട്ട് കാണാം. ആ വെട്ട് അതേപോലെ തന്നെ നമ്മുടെ മദർ ബോർഡിൻ്റെ അകത്ത് മറ്റേ ഈ പ്രോസസ്സർ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഭാഗത്തുമുണ്ട്. അതേപോലെ തന്നെ കറക്റ്റാക്കി വെക്കുക. സിമ്പിളാണിത് വെക്കാനായിട്ട്. എന്നിട്ട് അതേപോലെ ആ ക്ലിപ്പ് ഉണ്ടല്ലോ, മേളിലെ ക്ലിപ്പ് ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നേരെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ CPU ഇപ്പോൾ നമ്മുടെ മറ്റേ പ്രോസസ്സർ മദർ ബോർഡിനകത്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു. ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാൻ കൊടുക്കുക എന്നുള്ളതാണ്. ഫാനിൻ്റെ എല്ലാ പൊസിഷൻസും കറക്റ്റാക്കി വെക്കണം. അതുകൂടാതെ തന്നെ
അതിൻ്റെ ആ ഒരു കേബിള് അത് നേരെ പുറത്തോട്ട് എടുത്തിടണം. കാരണം എന്താ വെച്ചാൽ അത് ഫാൻ നേരെ മറ്റേ VGയുടെ ഭാഗത്താണ് ഫാനിൻ്റെ ഈ പോർട്ട് വന്നിരിക്കുന്നത്, ഫാനിൻ്റെ പിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നേരെ അതിനകത്ത് വന്നിട്ട് അത് എൻ്റെ കയ്യിൽ ഇതായി ഹീറ്റ് സിങ്ക് ആയതുകൊണ്ടാണ്. നേരെ ഇതിനടുത്തത് ആ പോർട്ടിനകത്ത് ആണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. പിന്നെ ഇതിനകത്തൊരു 4 ഹോള് കറക്റ്റാക്കി വേണം നമ്മൾ വെക്കാനായിട്ട്. കാരണം ആ ഹോള് പെർഫെക്റ്റാക്കി ജസ്റ്റ് 4 ഹോളുണ്ട്. ആ 4 ഹോള് ഇതേപോലെ കറക്റ്റാക്കി ആ ക്ലിപ്പ് അതിൻ്റെ ഉള്ളിൽ കറക്റ്റാക്കി വെക്കുക. കറക്റ്റാക്കി വെച്ചിട്ട് നേരെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. 4 സൈഡും ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇത്രേ ഉള്ളൂ. ഇതിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നേരെ ആ ഫാൻ അതിൻ്റെ മുകളിൽ ഇൻസ്റ്റാൾ ചെയ്തു. ഇനി അടുത്തത് അതിൻ്റെ പ്ലഗ് കണക്ട് ചെയ്യാന്നുള്ളതാണ്. ഇതെല്ലാം വളരെ കെയർഫുള്ളായിട്ട് ചെയ്യണം, കാരണം അല്ലെങ്കിൽ ബോർഡെല്ലാം കംപ്ലയിൻറ്റ് വരും. ഇതൊക്കെ നോക്കിയും കണ്ടൊക്കെ ചെയ്തില്ലെങ്കിൽ ബോർഡ് കംപ്ലയിൻ്റ് ആയി പോകും. ഇപ്പോൾ നമ്മളത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ അത് ഫിനിഷ് ചെയ്തു. ഇനി അടുത്തത് നമ്മൾ അടുത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ റാമാണ് 4 GB റാമാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കാൻ പോണത്. അപ്പോൾ ഇങ്ങനെ ഒരു പാക്കറ്റിനകത്താണ് 4 GB റാം വരുന്നത്. അതെടുത്തിട്ട് നേരെ അതിൻ്റെ അകത്തൊരു സ്ലോട്ടുണ്ട്. ആ സ്ലോട്ടിനകത്ത് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിങ്ങനെയാണ് എടുക്കുക. എടുത്തിട്ട് ഇപ്പോൾ ഒരു വെട്ട് കണ്ടല്ലോ, ആ വെട്ട് കറക്റ്റായിട്ട് അതേപോലെ തന്നെ നമ്മുടെ മദർ ബോർഡിൻ്റെ അകത്തും അതേപോലെ തന്നെ ഒരു വെട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ആ ക്ലിപ്പ് രണ്ടും ബാക്കിലോട്ട് വലിച്ചിട്ട് ആ വെട്ട് നോക്കി കറക്റ്റായിട്ട് നോക്കിയിട്ട് അത് നേരെ അങ്ങോട്ട് പ്രസ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ക്ലിപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് പ്രസ് ആയിക്കോളും. ഇങ്ങനെയാണ് റാം ഇൻസ്റ്റാൾ ചെയ്യണത് അതിനകത്ത്. ഇപ്പോൾ റാമും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ മദർ ബോർഡിൻ്റെ ആ സൈഡിലുള്ള ഭാഗങ്ങളെല്ലാം നമ്മൾ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മൾ ക്യാബിനറ്റ് എടുക്കാമെന്നുള്ളതാണ്. ക്യാബിനറ്റ് എടുത്തിട്ട് ക്യാബിനറ്റിനകത്താണ് അതിൻ്റെ സ്ക്രൂസും കാര്യങ്ങളൊക്കെ വേണ്ടത്. അത് ഇതേപോലെ ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് ജസ്റ്റ് വേറെ ഒന്നുമില്ല, അതിങ്ങനെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ജസ്റ്റ് പുറത്തോട്ട് പോരാമെന്നുള്ളൂ. എന്നിട്ട് ഇതിനകത്ത് എന്താ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ പാർട്സും നമ്മൾ വെക്കുമ്പോഴും അതിൻ്റേതായ സ്ക്രൂസും കാര്യങ്ങളുണ്ട്. ആ സ്ക്രൂസ് കറക്റ്റായിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ കയറാതിരിക്കാൻ മാത്രമല്ല അത് കംപ്ലൈൻ്റ് ആയി പോവുകയും ചെയ്യും. ഇപ്പോൾ ഇതൊരു ബ്ലാങ്ക് ക്യാബിനറ്റാണ്. ഇനി നമ്മൾ അടുത്ത ഇൻസ്റ്റാൾ ചെയ്യാൻ പോണത് ഇതിൻ്റെ SMPS ആണ്. ഇത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഫോക്സിൻ്റെ SMPS ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ജസ്റ്റ് അത് അൺബോക്സ് ചെയ്തു. അതിൻ്റെ പൊസിഷൻ ഒന്ന് കറക്റ്റ് ചെയ്ത് വെക്കണം. ചില സമയത്തൊക്കെ കൺഫ്യൂഷൻ വരും, പക്ഷെ എന്നാലും അതൊന്ന് തിരിച്ച് വെച്ച് അതിൻ്റെ പൊസിഷൻ കറക്റ്റ് ചെയ്യുക. പിന്നെ 4 സ്ക്രൂ ആണ് ഇതിനകത്ത് ഇടാനുള്ളത്. ആ 4 സ്ക്രൂവും അതിൻ്റെ കറക്റ്റായിട്ട് അതിൻ്റെ പൊസിഷൻ വെച്ചിട്ട് 4 സ്ക്രൂവും കറക്റ്റായിട്ട് നമ്മൾ സ്ക്രൂ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ SMPSൻ്റെ ഇൻസ്റ്റലേഷൻ നമ്മൾ കഴിഞ്ഞു. ഇങ്ങനെയാണ് നമ്മളൊരു കമ്പ്യൂട്ടർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന രീതി. ഇങ്ങനെയാണ് സ്റ്റാർട്ടിങ്, ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതിപ്പോൾ സ്ക്രൂസ് കറക്റ്റായിട്ട് നമ്മളിപ്പോൾ സ്ക്രൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 4 നമ്മൾ സ്ക്രൂ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ അതിൻ്റെ ഒരു ഇൻസ്റ്റലേഷൻ കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു പ്ലേറ്റ് ഉണ്ട്, ബാക്ക് പാനലിൻ്റെ ഒരു പ്ലേറ്റ് ഉണ്ട്. നമ്മുടെ മൗസിൻ്റെയും മൗസ് കീബോർഡ്, മൗസ് VGA ഇതെല്ലാം കൂടി വന്നിരിക്കുന്നത് ഒരു പ്ലേറ്റിനകത്താണ്. അല്ലെങ്കിൽ ഇത് ഓപ്പൺ ആയിട്ടിരിക്കും. അപ്പോൾ ആ പ്ലേറ്റ് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ വെക്കണം. ആ ഹോളുണ്ടോ, ആ ഹോളിൻ്റെ അവിടെയാണ് നമ്മൾ ആ പ്ലേറ്റ് വെക്കേണ്ടത്. ഇത് എല്ലാ മദർ ബോർഡിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്നതാണിത്. ഡിഫോൾട്ടായിട്ട് കാരണം അതിന് മാത്രം ഈ സെയിം മദർ ബോർഡിന് മാത്രമേ ഇത് സൂട്ടാവുള്ളൂ. വേറെ ഏതൊരു മദർ ബോർഡിന് ഇത് സൂട്ടാവില്ല. ഇത് അതിൻ്റെ പൊസിഷൻ നോക്കണം കേട്ടോ, ചില സമയത്ത് നമുക്ക് കൺഫ്യൂഷനായി പോകും. ഇപ്പോൾ ജസ്റ്റ് സിമ്പിൾ മെത്തേഡാണ്. അത് ജസ്റ്റ് ഇങ്ങനെ ബാക്കിൽ കൂടി ഉള്ളിൽ കൂടി കയറ്റി വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊരു ക്ലിപ്പുണ്ട്. ആ ക്ലിപ്പിനകത്തോട്ട് കറക്റ്റായിട്ട് പ്രസ് ചെയ്ത് കയറിക്കോളും അത്. അപ്പോൾ ബാക്ക് പാനലിൻ്റെ പ്ലേറ്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു. ഇനി അടുത്തത് ഇതാണ് മദർ ബോർഡ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഭാഗം. ആ മദർ ബോർഡ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഭാഗത്ത് എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് വരുന്ന സ്ക്രൂസ് ഉണ്ട്. അപ്പോൾ സ്ക്രൂസ് വെക്കാൻ, കാരണം പല മദർ ബോർഡിനും പല രീതിയിലാണ് വരുന്നത് പൊസിഷൻസ്. അപ്പോൾ ആദ്യം നമ്മളത് വച്ച് നോക്കുക. വച്ച് നോക്കിയിട്ട് സ്ക്രൂസ് എവിടെയാണ് ഇടേണ്ടതെന്നുള്ളതിനെ ഐഡൻറ്റിഫൈ ചെയ്യുക.
കാരണം സ്ക്രൂസ് ചെയ്യാനുള്ള ഹോൾസ് ഉണ്ടാവുള്ളൂ, അതിൻ്റെ മറ്റേ മെറ്റൽ ഇതുണ്ടാവില്ല. അപ്പോൾ ആദ്യം നമ്മൾ ആ ഹോൾ നോക്കിയിട്ട് കറക്റ്റായിട്ട് നോക്കിയിട്ട് ആ മെറ്റൽസ് നമ്മൾ അതിനകത്ത് കറക്റ്റായിട്ട് എടുത്ത് അതവിടെ നമ്മൾ സ്ക്രൂ ചെയ്ത് വെക്കുക. മീൻസ് ജസ്റ്റ് ത്രെഡാണത്, ഒരു ത്രെഡ് നമ്മൾ ത്രെഡ് ചെയ്ത് വെക്കുക അവിടെ. ഇതേപോലെ തന്നെ ഒരു ത്രെഡ് ചെയ്ത് വെച്ചാൽ മതി. ഇത് ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് നമ്മളിപ്പോൾ ത്രെഡ് ചെയ്ത് കഴിഞ്ഞു. ഇത് ശരിക്കും ഈ മദർ ബോർഡിന് നമുക്ക് 6 എണ്ണമാണ് വന്നേക്കണത്. ഒരു സൈഡിൽ 3 എണ്ണം, മറ്റേ സൈഡിൽ 3 എണ്ണം, അങ്ങനെ 6 മെത്തേഡ്സാണ് നമുക്ക് വന്നിരിക്കുന്നത്, ത്രെഡ്സാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് വന്നിട്ട് ഫ്രണ്ട് പാനൽ USB-യുടെ ഒരു കണക്ഷനാണത്. നമ്മളെല്ലാ CPU-ൻ്റെ ഫ്രണ്ടിൽ കണ്ടിട്ടുണ്ടാവും, സിസ്റ്റത്തിൻ്റെ ഫ്രണ്ടിൽ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ USB പോർട്ട്. അപ്പോൾ അതിൻ്റെ കണക്ഷനും പിന്നെ അത് ഓഡിയോൻ്റെ കണക്ഷനും കൂടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കണക്ട് ചെയ്താൽ മാത്രമാണ്. ഇതാണ് സാറ്റ, 4 എണ്ണം. ഡിഫോൾട്ടായിട്ട് 4 2 ഒക്കെ വരാറുണ്ട്, അത് കറക്റ്റായിരിക്കും. അത് പവർ വന്നിട്ട് 2 രീതിയിൽ കൊടുക്കാറുണ്ട്. ഒന്ന് വലുതായിട്ടും കൊടുക്കാറുണ്ട് 24 പിന്നും, പിന്നെ വന്നിട്ട് ചെറിയൊരു 4 പിന്നും കൊടുക്കാറുണ്ട്. അത് വന്നിട്ട് ഫ്രണ്ട് പാനൽ, LED, പവർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഷോർട്ട് ചെയ്യണത് അതിനകത്താണ്. അത് നമ്മുടെ ക്യാബിൻ്റെ അകത്ത് അതിനുള്ള കേബിൾസ് ഉണ്ടാവും. ആ കേബിൾസ് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്താൽ മതി. അപ്പം നമ്മളിപ്പോൾ മദർ ബോർഡ് അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. ഇത് സിമ്പിളാണ്. ഇത് മെത്തേഡ്സ് കറക്റ്റായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്താൽ മതി. നമ്മൾ സ്ക്രൂസ് ഒന്ന് ജസ്റ്റ് ഫ്രണ്ടിലോട്ട് മദർ ബോർഡ് ഒന്ന് പ്രസ് ചെയ്തിട്ട് വേണം സ്ക്രൂ ചെയ്യാനായിട്ട്. കാരണം നമ്മളത് പൊസിഷൻ എന്തായാലും അത് ബാക്കിൽ നമ്മൾ പ്ലേറ്റ് വെച്ചില്ല, ആ ഭാഗത്ത് നമ്മളൊന്ന് ടൈറ്റ് ചെയ്ത് നിന്നാൽ മാത്രമേ നമുക്കത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അത് ഒന്ന് കറക്റ്റായിട്ട് പ്രസ് ചെയ്ത് വെക്കുക. മൊത്തം 6 സ്ക്രൂ ആണ് നമ്മൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. അത് ഡിഫോൾട്ടായിട്ട് അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഈ മദർ ബോർഡ് ജിഗാബൈൻ്റെ ഈ മദർ ബോർഡിനകത്ത് 6 സ്ക്രൂ വെക്കാനുള്ള പൊസിഷൻസാണ് ഉള്ളത്. ഇനി അടുത്തത് നമ്മൾ കൊടുക്കാൻ പോകുന്നതിൻ്റെ പവറാണ്. പവർ വന്നിട്ട് ഫസ്റ്റ് നമ്മൾ വലിയ പിൻ എടുത്തിട്ട് നമ്മളവിടെ കണക്ട് ചെയ്യും. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന കേസുള്ളത്. ഇത് സിമ്പിളായിട്ട് നമ്മളത് പ്രസ് ചെയ്ത് ജസ്റ്റ് പ്രസ്സാണ്, എല്ലാം പ്ലഗ്ഗാണ്, ജസ്റ്റ് പ്രസ് ചെയ്ത് വെക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് പ്രസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ മദർ ബോർഡിന് അടിയിലൊരു സപ്പോർട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ മദർ ബോർഡ് ഒടിഞ്ഞു പോകും. ഇതാണ് 4 പിൻ. 4 പിന്ന് നമ്മൾ കണക്ട് ചെയ്യുക. 4 പിന്നും കണക്ട് ചെയ്തതിന് ശേഷം മദർ ബോർഡിൻ്റെ പവർ നമ്മളിപ്പോൾ കൊടുത്തു കഴിഞ്ഞു മെയിനായിട്ട്. ഇനി ഒന്ന് നന്നായിട്ടൊന്ന് ടാഗ് ചെയ്ത് വെക്കുക. അത് എൻ്റെ അടുത്ത് ടാഗ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ആ സെയിം ഇത് SMBS കിട്ടിയപ്പോൾ ഉണ്ടായിരുന്ന റബ്ബർ ബാൻഡ് തന്നെയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചു. ഇതാണ് ഫ്രണ്ട് പാനലിൻ്റെ കേബിൾസ്. അത് നമ്മൾ CPU-ൻ്റെ ഫ്രണ്ടിലുള്ള, നമ്മുടെ ക്യാബിനറ്റിൻ്റെ ഫ്രണ്ടിലുള്ള USB, ഓഡിയോ, 2 USB ഉണ്ടാവും, പിന്നെ ഓഡിയോ ഉണ്ടാവും, ഹെഡ്സെറ്റിൻ്റെ ഇതും ഉണ്ടാവും, മൈക്കും ഹെഡ്സെറ്റ് ഓഡിയോ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ കേബിൾസാണിത്. അത് ചെറിയൊരു സ്മോൾ ബോർഡിനകത്താണ് അത് വന്നിരിക്കുന്നത്. ഫ്രണ്ടിൽ അത് പ്ലഗ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവരത്. അത് നേരെ അത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ അതെടുത്ത് നമ്മുടെ മദർ ബോർഡിനകത്തോട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. ഇതാണ് ഹാർഡ് ഡിസ്ക്. ഇത് 1 TB ഹാർഡ് ഡിസ്ക്കാണിത്. ഇതൊരു ആൻറ്റിസ്റ്റാറ്റിക് കവറിനകത്താണ് വരുന്നത്. ഹാർഡ് ഡിസ്ക് എല്ലാം വരുന്നത് ആൻറ്റിസ്റ്റാറ്റിക് കവറിനകത്തായിരിക്കും. പിന്നെ ഈ ക്യാബിനറ്റിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് പോലത്തെ ക്യാബിനറ്റ്സ് ഒന്നും അല്ല ഇപ്പോൾ വരുന്നത്. കാരണം ഇപ്പോൾ ഇത് സ്ക്രൂ ചെയ്ത് വെക്കാനും ഒക്കെ ആയിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും പല കാര്യങ്ങളിലൊക്കെ ആയിട്ട്. കറക്റ്റ് ഹോൾസ് കറക്റ്റായിട്ട് നോക്കിയിട്ട് നമ്മൾ കറക്റ്റ് ഹോൾസ് നോക്കി അത് കറക്റ്റായിട്ട് സ്ക്രൂ ചെയ്ത് വെക്കുക. അത് കറക്റ്റ്. ഇത് വന്നിട്ട് അതിൻ്റെ SSD ഹാർഡ് ഡിസ്ക്കാണ്. ഇത് 128 GB ആണ് ഈ SSD ഹാർഡ് ഡിസ്ക്. ഇത് എന്തിനാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് നമ്മൾ ഇതിൻ്റെ ബൂട്ട് പെർഫോമൻസ് കൂടാൻ വേണ്ടിയിട്ടാണ്, സിസ്റ്റം കുറച്ചും കൂടി സ്പീഡാകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെയുള്ള ഡിവൈസുകൾ യൂസ് ചെയ്യുന്നത്. അതൊരു പൊസിഷൻ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുകയാണ്, എവിടെയൊക്കെ നമുക്ക് എങ്ങനെയൊക്കെ വെക്കാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ ഒരു പൊസിഷൻസ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുകയാണത്.
അപ്പോൾ അതിനെ കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്ത് അതിൻ്റെ കറക്റ്റ് ഹാർഡ് സ്ക്രൂസും കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഇപ്പോൾ അതിൻ്റെ ബാക്കിൽ താഴെയായിട്ട് നമ്മളത് സ്ക്രൂ ചെയ്ത് വെക്കുകയാണ് അത് കറക്റ്റായിട്ട്. ഇപ്പോൾ നമ്മൾ SSD നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ഏത് സാധനം വെക്കുന്നതിന് മുമ്പ് നമ്മൾ പൊസിഷൻസ് കറക്റ്റായിട്ട് നോക്കുക. ധൃതി പിടിക്കണ്ട. നമ്മൾ കറക്റ്റായിട്ട് നോക്കിയതിന് ശേഷം അതിൻ്റെ സ്ക്രൂസ് ഹോൾസ് കറക്റ്റായിട്ട് പൊസിഷൻ ചെയ്തിട്ട് നമ്മൾ അതിനകത്തോട്ട് നേരെ സ്ക്രൂ ചെയ്ത് വെച്ചാൽ മതി. കൂടുതലും മാഗ്നറ്റിക് ടൈപ്പ് സ്ക്രൂ ഡ്രൈവേഴ്സ് യൂസ് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഇടയിലോട്ടൊക്കെ സ്ക്രൂസ് കയറണമെന്നുണ്ടെങ്കിൽ മാഗ്നറ്റിക് ടൈപ്പ് ഉണ്ടെങ്കിലേ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ. ചില ഏരിയസ് ഉള്ളിലൊക്കെ മദർ ബോർഡൊക്കെ നമ്മൾ അസംബിൾ ചെയ്യാൻ നേരത്ത് അതിൻ്റെ അകത്ത് സ്ക്രൂ ഇടാൻ നേരത്ത് കൈയൊന്നും ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ കയറിയെന്ന് വരില്ല. അപ്പം മാഗ്നറ്റിക് ടൈപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അത് കറക്റ്റ് പൊസിഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഫ്രണ്ട് പാനൽ കണക്ഷൻസാണ് ഇതിൻ്റെ. അതും എല്ലാത്തിലും എഴുതിയിട്ടുണ്ട്, ഫ്രണ്ട് പാനൽ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. മെയിനായിട്ട് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പവറിനൊരു പിൻ ഉണ്ടാവും, പിന്നെ HDD LED ഒരു പവർ ഉണ്ടാവും. അതായത് സിസ്റ്റം ഓൺ ചെയ്യുമ്പോൾ ഹാർഡ് ഡിസ്കിൻ്റെ ലൈറ്റ് തെളിയും. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഫ്രണ്ടിൽ ലൈറ്റ് തെളിയണായിട്ടുണ്ടാവും. അപ്പോൾ അത് കറക്റ്റായിട്ട് അത് പിൻ ചെയ്യുക. അതുപോലെ പവറിനുള്ള പിന്നുണ്ട്, പവർ സ്വിച്ചിനുള്ള പിന്നുണ്ട്, റീസെറ്റ് സ്വിച്ചിനുള്ള പിന്നുണ്ട്. ഇതെല്ലാം സ്വിച്ചിനുള്ള പിന്നുകൾ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഷോർട്ടിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. നമ്മൾ സ്വിച്ച് പ്രസ് ചെയ്യുമ്പോൾ ഈ ബോർഡിനകത്ത് ആ 2 പിന്ന് തമ്മിൽ ഷോർട്ടാവും. ഷോർട്ടായതിന് ശേഷമാണ് നമുക്ക് സിസ്റ്റം ഓൺ ആവണതും റീസെറ്റ് ആവണതൊക്കെ അങ്ങനെ തന്നെയാണ്. ഇതിപ്പോൾ NVMe നമ്മുടെ SSD SATയുടെ കണക്ഷനാണ് ഇപ്പോൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ബേസിലാണ്, ഇപ്പോൾ ക്യാബിനറ്റിൻ്റെ ബേസിനകത്താണ് നമ്മളത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പൊസിഷൻസ് കറക്റ്റായിട്ട് നോക്കിയിട്ട് അതിൻ്റെ സ്ക്രൂസും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റായിട്ട് ചെയ്യുക. അല്ലെങ്കിൽ അത് ഷേക്ക് ആയിക്കൊണ്ടിരിക്കുക, അനങ്ങിക്കൊണ്ടിരിക്കും അത് കറക്റ്റായിട്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ മെയിൻ സെക്കൻഡറി ഹാർഡ് ഡിസ്ക് ഉണ്ട്, അത് വന്നിട്ട് 1 TBയുടെ ഹാർഡ് ഡിസ്ക്കാണ്. അപ്പോൾ അതിൻ്റെ കണക്ഷൻസും നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ അത് ഈ 2 ഹാർഡ് ഡിസ്കിനും നമുക്ക് പവറുണ്ട്. എല്ലാ ഹാർഡ് ഡിസ്കിനും സാട്ടയും ഉണ്ട്, ഒരു സാട്ടയും ഉണ്ടാവും, ഒരു പവറും ഉണ്ടാവും. അത് കറക്റ്റായിട്ട് പ്ലഗ് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പൊസിഷൻ ഉണ്ട്, അപ്പോൾ ആ പൊസിഷൻ കറക്റ്റായിട്ട് നോക്കിയിട്ട് വേണ്ടിയിട്ട് നമ്മൾ പ്ലഗ് ചെയ്യാനായിട്ട്. ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്. നമ്മളുടെ സിസ്റ്റം അസംബിൾ ചെയ്യാനായിട്ട് വളരെയധികം സിമ്പിളാണ്. അപ്പോൾ നമ്മുടെ സിസ്റ്റം അസംബ്ലിങ് കഴിഞ്ഞു. സൈഡിലൊക്കെ സ്ക്രൂ ഉണ്ട്, അപ്പോൾ ആ സൈഡ് സ്ക്രൂ ഒക്കെ നമ്മൾ ഇടണം. അപ്പുറത്തെ ക്യാബിനറ്റിൻ്റെ ബാക്ക് സൈഡൊക്കെ നമ്മൾ തുറന്നിട്ട് അവിടെയും സ്ക്രൂ ഒക്കെ ഇടാനുണ്ട്, ആ സ്ക്രൂ ഒക്കെ ഇടണം. മൊത്തം ഫിനിഷ് ചെയ്ത് എല്ലാം ഫിനിഷ് ചെയ്ത് സൈഡ് കവർ ഇട്ട് സ്ക്രൂ ചെയ്തു. അപ്പോൾ നമ്മുടെ സിസ്റ്റം അസംബ്ലിങ് ഫിനിഷായി. ഇതിനകത്ത് നമ്മളിനി അടുത്ത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഇൻസ്റ്റാൾ ചെയ്ത ഈ ഒരു പ്രോസസ്സർ i3 പ്രോസസ്സറാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റിക്കർ ഉണ്ടാകും. ആ സ്റ്റിക്കർ പ്രോസസ്സറിൻ്റെ ബോക്സിനകത്തൊരു ബുക്ക്ലെറ്റ് ഉണ്ടാകും. ആ ബുക്ക്ലെറ്റിൽ അവർ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അത് പൊളിച്ചെടുത്തിട്ട് നേരെ കംഫർട്ടായിട്ട് എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്ത് നമ്മൾ അത് സ്റ്റിക്ക് ചെയ്ത് വെക്കുക. ഇതാണ് നമ്മുടെ ഒരു സിസ്റ്റം അസംബ്ലിംഗ് എന്ന് പറഞ്ഞത്. ഇപ്പോൾ നമ്മുടെ സിസ്റ്റം കംപ്ലീറ്റ് ആയി.